രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ആന കയറിയതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. വേണ്ടോ? പുലർച്ചെ ആൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് മുറ്റത്ത് ഇറങ്ങി നോക്കിയതാ. ഒന്ന് ടോർച്ച് അടിച്ചു. ആ ടോർച്ചിൻ്റെ വെളിച്ചം കേട്ടിട്ട് ആന ഓടി വരുമായിരുന്നു. എന്ത് സ്പീഡിലാണ് വരുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്പീഡായിരുന്നു അതിന്. അത് കയറി വന്നു. അത് കണ്ടത് ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. ആന വരുന്നത് കുറച്ചപ്പുറത്ത്, ഈ റോഡിൻ്റെ കുറച്ചപ്പുറത്ത് നിന്ന് കണ്ടു. ഞങ്ങൾ കുറച്ച് പേര് സ്റ്റെയറിലേക്ക് ഓടി പറഞ്ഞു. സ്റ്റെയറിലേക്ക് ഓടി. പക്ഷെ അമ്മ ഞങ്ങളുടെ കൂടെ കാണാൻ വന്നില്ല. അമ്മ നേരെ സിറ്റൗട്ടിലേക്ക് കയറി. അമ്മ സിറ്റൗട്ടിലേക്ക് കയറിയത് ഞങ്ങൾ അങ്ങോട്ടും കയറി. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയുള്ളൂ. അമ്മയെ ആന നേരെ ശരിക്കും കണ്ടില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി ഒന്ന് തിരിഞ്ഞപ്പോഴാണ് ആൻ്റെ തുമ്പിക്കൈ ഇതിൽ കിടക്കണം കാണുന്നത്. പിന്നെ സംഭവിച്ചിരിക്കുന്നതുണ്ടോ, ആൻ്റെ കൊമ്പ് കെട്ടിയതാണ്. അമ്മയെ കിട്ടാത്തതിൻ്റെ ആ ഒരു കയ്പ്പ് ആന തീർത്തത് ഇതിലാണ്. ഈ കഴിഞ്ഞ രാത്രിയിൽ ശരിക്കും ഞങ്ങളുടെ വീടൊരു ദുരിതം നിറഞ്ഞൊരു അവസ്ഥ വരേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് വേണേലും, എന്ത് നടപടി വേണാലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അമ്മ എന്താ സംഭവിച്ചതെന്ന് പറയും. നിങ്ങളെപ്പോഴാണ് കണ്ടത്? ഞാൻ 4 മണിയാകുമ്പോൾ ആനയാണ് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറി ഞാൻ വാതിൽ അടയ്ക്കാൻ നിന്നപ്പോഴാണ് ആൻ്റെ തുമ്പിക്കൈ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ കാണുന്നത്. വലിയൊരു സാധനമായിരുന്നു. പക്ഷെ പറയാൻ ആന ചെറുതാണോ, നമ്മുടെ പെര മുട്ടി നിൽക്കണ ഒരു ആനയായിരുന്നു. ദൈവം കാത്തു.